നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കൊടും പാപിയും ജാതകദോഷക്കാരിയാണെന്ന്. വന്ദനെ, അതെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നശിച്ച താലി എന്റെ കഴുത്തിൽ വന്ന് വീഴില്ലല്ലോ. ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണോ ഭഗവാനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? ഈ എണ്ണം കെട്ടതിനെ കണി കാണിക്കാനാണോടി നീ എന്നെ വിളിച്ചുകൊണ്ടുവന്നത്? ഇത് എന്റെ വക വിഷിക്കൈ നീട്ടം. എന്തിനാന്നറിയോ? അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതിന് മതിയോ? ഇത് നീ ബോധപൂർവം എന്റെ മുന്നിൽ വന്ന് നിന്നതാ. അത് ജഗൻ വിളിച്ചപ്പോ ഞാൻ വായടക്കടി. നിന്റെ ശബ്ദം കേട്ട എന്റെ കേൾവി ശക്തി കൂടി നഷ്ടപ്പെടും. അത്രയ്ക്ക് നികൃഷ്ട ജന്മമാണ് നീ. മിണ്ടരുത് നീ. ഇത് നിന്റെ പ്ലാനോ അതോ നിന്റെ അച്ഛയുടെ പ്ലാനോ? എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? എന്താ ഇവിടെ സംഭവിച്ചേ? അച്ഛനെന്തിനാ വിഷുവായിട്ട് ബഹളം വെക്കുന്നേ? അറിഞ്ഞില്ലേ? കുറുപ്പിന്റെ വീട്ടിൽ ആകാശം പൊട്ടി വീണു. വിഷുവായിട്ട് എന്റെ ഭാര്യ വന്ദനെ കണ്ടുപോയെന്ന്. ഒരിക്കലും തിരുത്താനാവാത്ത അപരാധമായി പോയെന്ന്. അതേടാ, ഗംഗയിൽ കുളിച്ചാലും ഇവളെ പോലൊരുത്തിയെ കണി കണ്ട എന്റെ പാപം തീരില്ല. അത്രയ്ക്കുണ്ട് ഐശ്വര്യം. നിനക്കറിയാവുന്നതല്ലേ വിഷുക്കണിയിലൊക്കെ വലിയ വിശ്വാസമുള്ള ആളാ അച്ഛനെന്ന്. അങ്ങനെയുള്ള ഒരാളിന്റെ മുമ്പില് ജാതകദോഷമുള്ള വന്ദനെ കൊണ്ട് നിർത്തണമായിരുന്നോ? അതെങ്ങനെ? അവന് പുതുമോടിയില് അച്ഛനും അമ്മയൊക്കെ എന്ത്? ഭാര്യയുടെ സന്തോഷമല്ലേ അവന് വലുത്. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ ആരുടെ മുഖം കാണുന്നതിനേക്കാളും നന്മയും ഐശ്വര്യവും ഉണ്ടാവും ഈ നിൽക്കുന്ന വന്ദനയുടെ മുഖം കണ്ടാൽ. മതി, സന്തോഷായി. പണവും പത്രാസും ഒക്കെ കുറവാണെങ്കിലും ഇത്രയും നാളും നിറഞ്ഞ സന്തോഷമുള്ള ഒരു വീട്ടിലാ ഞങ്ങൾ ആഘോഷിച്ചു വന്നത്. ജഗ, നല്ലൊരു വിഷു സമ്മാനിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. മറക്കില്ല. വന്ദന, വന്ദന, കണ്ടില്ലേ അച്ഛാ? അവള് വന്ന് കാല് കുത്തിയപ്പോഴേക്കും ദുശകനം കണ്ടു തുടങ്ങി. വിഷുക്കണിയും കൈ നീട്ടം എല്ലാം നശിച്ചില്ലേ? ഹരിതേ, മതിയാക്ക്. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. നീ അത് മറക്കണ്ട. നീ ഒറ്റൊരുത്തിയായി ഇതിലൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഇന്നത്തോടി എല്ലാം നടത്തുന്നതാണ് എനിക്ക് നല്ലത്. ഇല്ലെങ്കിലേ ഭാര്യയാണൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചുകൂടി ഞാൻ. എന്റെ ഒരു കൊല്ലമാ പോയത്. വാച്ചിട്ടുണ്ട് എല്ലാത്തിനും. I'm sorry. എനിക്ക് ജന്മദോഷവും ജാതകദോഷവും ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇന്നത്തെ കാലത്ത് ജാതകവും ജ്യോതിഷവും ഒക്കെ വെറും കെട്ടുകഥകളാണെന്ന് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കൊടും പാപിയും ജാതകദോഷക്കാരിയാണെന്ന്. വന്ദനെ, അതെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നശിച്ച താലി എന്റെ കഴുത്തിൽ വന്ന് വീഴില്ലല്ലോ. ഈ മരണക്കുരുക്കും പേറി വന്ദനയ്ക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു. വന്ദന,
ആ സമയത്ത് അച്ഛൻ അവിടെ എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വന്ദനയുടെ അച്ഛനാ. അച്ഛാ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു അച്ഛാ. ആ മോളെ, വിഷുക്കണിയൊക്കെ കണ്ടോ? കണ്ടു അച്ഛാ. എന്താ മോളെ, മോളുടെ ശബ്ദത്തിനൊരു ഇടർച്ച. നിനക്കവിടെ സന്തോഷം തന്നെയല്ലേ? അതെ അച്ഛാ. മോളെ, ഞാൻ പതിവ് പോലെ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കാൻ തുടങ്ങായിരുന്നു. മോൾക്കുള്ളത് അച്ഛൻ മാറ്റിവെച്ചിരിക്കുക. മോൾക്ക് മാത്രമല്ല, ജഗനും. പുതുവർഷമായിട്ട് നിങ്ങളുടെ ആദ്യത്തെ വിഷുവാ. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവട്ടെ. ആ മോളെ, അമ്മ വന്നു, കൊടുക്കാം മോളെ. വന്ദന. മോളെ, കൈനീട്ടൊക്കെ വാങ്ങിയോ? നീയില്ലാത്ത ആദ്യത്തെ വിഷു ഇത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും ഉണ്ട്. കണിയൊരുക്കാനൊക്കെ അമ്മയങ്ങ് മടിച്ചതാ. അപ്പൊ നിന്റെ അച്ഛമ്മയ്ക്ക് ഒരേ നിർബന്ധം, കണിയൊരുക്കേ പറ്റൂന്ന്. വിഷുവാണ്, ഒരാണ്ടത്തെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാദങ്ങളായിരുന്നു എന്നറിയോ നിന്റെ അച്ഛമ്മയ്ക്ക്? മോളെ, ഹലോ. അമ്മേ, മോളെന്തൊന്നും മിണ്ടാത്തെ? അമ്മ വിചാരിച്ചു മോള് ഫോൺ വെച്ചിട്ട് പോയി കാണൂന്ന്. അമ്മായിയപ്പൻ കൈനീട്ടം തന്നോ? തന്നു അമ്മേ. ഈശ്വര, സന്തോഷായി മോളെ. അമ്മേ, ഞാനിപ്പോ അടുക്കളയില. പാചകം ചെയ്യാൻ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അമ്മ എല്ലാരോടും ഹാപ്പി വിഷു പറയണം. പറയാം. ഞാൻ പിന്നെ എല്ലാരും വിളിച്ചോളാം അമ്മേ. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.